ഹായ് നമസ്കാരം ഫാസിലാണ്. ഞാനിന്ന് പറയുന്നത് DAP വളത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് DAP വളം, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ ഇത് നമ്മൾ പൂന്തോട്ടം ഒരുക്കുന്നവരൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും. കാരണം ചെടികളിൽ നല്ല വേര് വളർച്ച വരാനും അതേപോലെ നിറയെ പൂക്കൾ വിരിയാനും വേണ്ടിയിട്ടൊക്കെയാണ് DAP വളങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇത് ചിലർ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിക്ക് ഇടുന്നുണ്ട്, പച്ചക്കറി കൃഷിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു രാസവളമാണ് കേട്ടോ. ഇതിൽ നൈട്രജൻ കണ്ടന്റ് 18%, അതേപോലെ ഫോസ്ഫറസ് കണ്ടന്റ് 46% ഇതിൽ അടങ്ങിയിട്ടുള്ളത്. പൊട്ടാസ്യം തീരെ തന്നെ ഇതിലില്ല കേട്ടോ. അപ്പോൾ പലരും ചോദിക്കുന്നത് നമ്മളെ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിക്കൊക്കെ നമുക്ക് DAP വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രം പോരെ എന്നുള്ളത്. പക്ഷേ പറ്റില്ല. കാരണം നമ്മൾ ഏത് ചെടിയാണെന്നുണ്ടെങ്കിലും അതിന് ഫോസ്ഫറസ് കണ്ടന്റ് മാത്രം കൂടുതലായിട്ട്, ഫോസ്ഫറസ് എന്നല്ല, ഏത് കണ്ടന്റും ആ ഒരു കണ്ടന്റ് മാത്രം കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടിക്ക് ദോഷമാണ്. പ്രത്യേകിച്ച് ഫോസ്ഫറസ് കണ്ടന്റ്. കാരണം അത് ചെടികൾക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റു വളങ്ങളൊന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിക്ക് ഫോസ്ഫറസ് കണ്ടന്റ് ആവശ്യം വരുന്ന ടൈമിൽ, വെച്ചാൽ പൂക്കാനൊക്കെ ഒരു സ്റ്റേജ് ആവുന്ന ടൈമിൽ മാത്രമേ DAP ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത ടൈമിലൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗ്രാനുൽ രൂപത്തിലാണെന്നുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റിന്റെ ചുവട്ടിൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്രോ ബാഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു അളവിലൊക്കെ ആയിട്ട് മാസത്തിൽ ഒരിക്കൽ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി പൂന്തോട്ടം ഒരുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലേശം കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അമിതമായിട്ട് ഒരു കാരണവശാലും DAP വളം ചെടികൾക്ക് കൊടുക്കേണ്ടതില്ല കേട്ടോ.